ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് മുട്ട വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കാണിക്കുന്നത്. എഗ് പോപ്കോൺ. നല്ല ചൂട് ചായയുടെ കൂടെ ചൂടോടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി മിക്സി അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കുക. നല്ലോണം അരഞ്ഞ് കിട്ടണം, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ മുട്ടയുടെ വെള്ളം മാത്രമേ ഉള്ളൂ, അത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇതുപോലത്തെ മുട്ടയുടെ വെള്ള ചെറിയ പീസ് അങ്ങനെ കാണുകയാണെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. അതങ്ങ് പൊടിഞ്ഞങ്ങ് പോയിക്കോളും. ഇതിലേക്ക് ഒരു 1/2 സവാള കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു പച്ചമുളക്, അത് എരിവ് പോലെ നിങ്ങൾക്ക് എടുക്കാം. മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അല്പം മല്ലിയില കട്ട് ചെയ്തതും അല്പം കറിവേപ്പില കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ പാകത്തിന് ചേർക്കണം. ഞാൻ ആദ്യം ചേർത്ത് പിന്നെ നോക്കിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴക്കുന്ന സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ചിട്ട് നല്ലോണം അങ്ങ് പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. നല്ല ടൈറ്റായിട്ട് കിട്ടണം ഈ ഒരു മാവ്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ലൂസാവും. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഫിംഗേഴ്സൊക്കെ കാണിച്ചിട്ടില്ലേ, അവൽ വെച്ചിട്ടും പൊട്ടറ്റോ വെച്ചിട്ടൊക്കെ ഫിംഗേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിതിപ്പോൾ പോപ്കോൺ പോലെ ചെറുതായിട്ട് അങ്ങ് നുള്ളിയിട്ട് കൊടുക്കുകയാണ്. സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് മുട്ട ആയതുകൊണ്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, പൊട്ടിത്തെറിക്കുമോ, ഹെൽമെറ്റിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നല്ലോണം അരച്ചെടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ ചെയ്തപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നോർമലായിട്ട് നമ്മളെല്ലാം പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുത്താൽ മതി. അങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് റെഡിയാവും. ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ളൊരു കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്